ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലെയ ലിവിൻ ഫാമിലി വ്ളോഗ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജാനകിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കുറ്റ്യാടിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ദൂരമുണ്ട്. എനിക്ക് കറക്റ്റ് ഒരു മുക്കാൽ മണിക്കൂറൊന്നും ഇല്ല, എന്നാലും കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്നത്. രണ്ട് ടീച്ചേഴ്സും കൂടി ഉണ്ട്. നമ്മൾ അംഗൻവാടിയിലുള്ള രണ്ട് ടീച്ചേഴ്സും ഞാനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ബാക്കി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കാം. പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു പേടിയുണ്ട്. വേറെ എന്തെങ്കിലും എന്താ പറയുക, ലൈറ്റിൻ്റെ ഷെയ്ഡാട്ടോ അത്. ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോഴാണ് ആ ഒരു മങ്ങൽ വരുന്നത്. ലൈറ്റ് പോകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ കാണാട്ടോ. ഇതിൻ്റെ വഴിയെ തന്നെ വരുന്നുണ്ട് ബാക്കി വീഡിയോ ഒക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രോ എടുത്തത് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നായതുകൊണ്ട് എനിക്ക് എന്തായില്ല, ഇതിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായില്ലേ. ഇപ്പം 40 രൂപയെങ്ങാനാണ് നമുക്ക് എൻട്രി ഫീ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ ടീച്ചേഴ്സും കൂടിയാണ് വന്ന് പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇങ്ങോട്ടേക്കുള്ള വരവ്. കാരണം നമ്മൾ കമ്പനി ആയത് തന്നെ ഒരു 1 വീക്ക് കൊണ്ടാണ് നമ്മൾ കമ്പനി ആയത്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു സെക്കൻഡ് സാറ്റർഡേ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു തലേദിവസം രാത്രിയിൽ, വെള്ളിയാഴ്ച രാത്രിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ കുറേ സ്ഥലം പ്ലാൻ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് പറഞ്ഞു, നമ്മൾ 3 പേരും വന്നിട്ടില്ല ജാനകിക്കാട്ടിലേക്ക്. അപ്പോൾ 3 പേർക്കും കൂടി പറ്റുന്ന സ്ഥലത്ത്, 2 വീലർ എടുത്ത് വരാൻ പറ്റുന്ന സ്ഥലത്ത് വരാമെന്നുള്ളതിൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ 2 വണ്ടിയിലായിട്ട് നമ്മൾ വന്നത്. അപ്പോൾ ഈ എന്താണെന്നൊക്കെ കാണാൻ നമ്മൾ അടുത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടാകുമ്പോൾ അവിടെ എന്താണെന്ന് കാണാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, അങ്ങനെ വന്നതാണ് ഇവിടെ. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഒരു പുഴയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അങ്ങോട്ട് നോ എൻട്രി ആണ്. ഇവിടെ ഇറങ്ങാറുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പോഴെന്തോ കാരണം കൊണ്ട് ഇറക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു വള്ളി കണ്ടപ്പോൾ നമ്മൾ 3 പേരും ആടി. അപ്പോൾ ഞാനിട്ട വീഡിയോ മാത്രം ഇട്ടതാണ്, ഞാൻ ആടിയത് മാത്രം ഇട്ടതാണ്. സൗണ്ട് ഒട്ടുമില്ല. ചിലപ്പോൾ എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്തിട്ട് വരിക എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടുന്ന് കുറേ നടന്നപ്പോൾ ഫുള്ളും കാട് തന്നെയാണ്, ചുറ്റും കാട് തന്നെയാണ്. നടന്ന് ക്ഷീണിച്ചു എന്നല്ലാതെ കാടല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് കാണാനില്ല. നമ്മൾ എന്തായാലും ഇറങ്ങി. അപ്പോൾ എന്തായാലും കുളിച്ച് വരി നനഞ്ഞ് കയറാമെന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും ഇറങ്ങി. എന്നാൽ പിന്നെ വയനാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ കോഴിക്കോട് ജില്ല, കുറ്റ്യാടിയാണ് നമ്മളെ സ്ഥലം. അപ്പം നേരെ നമ്മൾ എന്ത് ചെയ്ത് വയനാട്ടിലേക്ക് വിട്ട്. അപ്പോൾ നമ്മൾ 3 പേരും 2 വീലർ എടുത്ത് തന്നെ പോയി. ആദ്യം ബസ്സിന് പോകാമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ വിചാരിച്ച് ബസ്സിലൊക്കെ മാറി കയറേണ്ടതൊക്കെ വിചാരിച്ച് നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ കസിന് അവിടെയാണ്. അപ്പോൾ മാമനെ വിളിച്ചു പറഞ്ഞപ്പോൾ മാമൻ നേരെ വന്ന് നമുക്ക് അവിടുത്തെ പാസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. അവിടെ ഫ്രീ എൻട്രി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി. ഞാനൊരു 100 പ്രാവശ്യം വന്നിട്ടുണ്ടാവും, അത്രയും പ്രാവശ്യം. 100 ഇല്ലെങ്കിലും എന്നാലും വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഉപമയ്ക്ക് പറഞ്ഞത് കേട്ടോ, 100 എന്നല്ല, കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഊഞ്ഞാലുണ്ട്. എനിക്ക് ഊഞ്ഞാലിലാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ മറ്റേ ചെടീനുള്ളിൽ നിന്നെല്ലാം നമുക്കുണ്ടാവില്ലേ, എനിക്ക് ഇങ്ങനത്തെ ഒരു സുഖമുണ്ട്. ഇങ്ങനെ ചെടികളെല്ലാം കണ്ടാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തെങ്കിൽ ഒരു സമാധാനം കിട്ടുകയില്ല. അപ്പോൾ ഇതാ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര സ്പീഡിൽ എന്നെ ഇവിടെ ഊഞ്ഞാലാട്ടിയാലും ഞാൻ ആടിക്കോളും, എനിക്കൊരു പേടിയില്ല. അത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ വന്നപ്പോൾ അങ്ങനെ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം. വീട്ടിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മളിങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ബോട്ടിലൊക്കെ കയറാൻ ഒരു പേടി, എന്തെങ്കിലും കഷ്ടകാലത്തിന് സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പേടിയായതുകൊണ്ടാണ് കയറാണ്ടുന്നത്. അപ്പോൾ നമ്മൾ വേഗം തിരിച്ചിട്ടു. അവിടുന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അവിടുന്ന് തിരിച്ച് പോന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഈ ദിവസം. അപ്പോൾ ചുരമൊക്കെ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ വന്നിട്ട് സ്റ്റാർട്ടാവാണ്ട് നിന്ന്. പിന്നെ ഇറക്കമല്ലേ, ഒറ്റ വിടലിങ്ങോട്ട് വിട്ട്. അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ട് 2 ചെക്കന്മാരോട് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടാക്കി തന്ന കേട്ടോ, കിക്കറടിച്ച് സ്റ്റാർട്ടാക്കേണ്ടതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിപൊളി ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.